ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കസ്റ്റാർഡ് പൗഡർ വാങ്ങിയിരുന്നു, ആദ്യമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ പൗഡറും കൂടെ വാങ്ങിയിരുന്നു. അപ്പോൾ അത് നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചു. എല്ലായിടത്തും നോക്കിയതാണ് ഇങ്ങനെ തിളച്ച് പോകാൻ പോകും. പിന്നെ അത് പെട്ടെന്ന് നോക്കിയതുകൊണ്ട് അത് പുറത്തേക്ക് തൂവാണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മളത് പാൽ തിളച്ച് വന്നപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കസ്റ്റർഡ് പൗഡർ നമ്മൾ പാലിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. എന്നിട്ട് ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അത് കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചിട്ടിരുന്നു. അങ്ങനെ ഇളക്കി ഒരുവിധം കട്ടിയായപ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തു. പക്ഷേ അത്രയും കട്ടി പോരായിരുന്നു എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. കുറച്ചുകൂടെ കട്ടി വേണമായിരുന്നു. എന്നാലും നമ്മൾ ആ കട്ടി ആദ്യമായിട്ട് ഉണ്ടാക്കണല്ലേ, നമ്മുടെ ഇതിന് അങ്ങോട്ട് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മളത് ചൂടാറിയപ്പോൾ 2 ബൗളിലാക്കിയിട്ട് ഒഴിച്ചു വെച്ചു. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടണതാണ് വേണ്ടത്. അതിന് എൻ്റെ കയ്യിൽ ആപ്പിളും പഴവും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ അത് രണ്ടും കട്ട് ചെയ്തിട്ട് അതിലിട്ട് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. നമ്മുടെ ശരിയായില്ല, എന്നാലും കുഴപ്പമുണ്ടായില്ല. കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത തവണ നോക്കുമ്പോൾ കുറച്ചും കൂടെയും കട്ടിയിലാക്കി നോക്കാം. അങ്ങനെ നമ്മൾ 2 ബൗളിലാക്കിയിട്ട് ഫ്രൂട്ട്സും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ചുകൂടെ തണുത്ത് കഴിക്കുമ്പോഴാണ് പിന്നെയും ടേസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കസ്റ്റർഡ് റെഡിയായി. താങ്ക് യു.